ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ നാടകം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലേ? എവിടം വരെ എത്തി? ഡോറീസ് ശനിയും ഞായറും വെളിയിലോട്ട് അമ്മ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പേടിച്ച് നിൽക്കുക അല്ലേ? നമുക്ക് ബാക്കി നോക്കാം. മിസ്സസ് പിയേഴ്സൺ ചോദിക്കുവാണേ, ഡോറീസ് ചോദിച്ചല്ലോ ഗോ ഓഫ് ഫോർ ദ വീക്കെൻഡ്. ശരിക്കും ഞാൻ വീക്കെൻഡിൽ അമ്മ പുറത്തോട്ട് പോകാൻ പോവാണോ എന്ന് ചോദിച്ചല്ലോ. അപ്പം പിയേഴ്സൺ പറയാണ്, വൈ നോട്ട്, എന്തുകൊണ്ട് പാടില്ല? ഐ കുഡ് ഡു വിത്ത് എ ചേഞ്ച്, എനിക്ക് ഒരു മാറ്റമൊക്കെ വേണം. സ്റ്റക്ക് ഹിയർ ഡേ ആഫ്റ്റർ ഡേ, ഞാനിവിടെ ഓരോ ദിവസവും എല്ലാ ദിവസവും ഞാനിവിടെ തന്നെ ഉണ്ട്. വീക്ക് ആഫ്റ്റർ വീക്ക്, എല്ലാ ആഴ്ചയിലും ഞാനിവിടെ തന്നെ ഉണ്ട്. ഈഫ് ഐ ഡോണ്ട് നീഡ് എ ചേഞ്ച്, എനിക്കൊരു മാറ്റമൊക്കെ വേണ്ടേ? ഹൂ ഡസ്, അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ ഒരു മാറ്റം വേണ്ടത്? എന്നും ഇവിടെ കിടക്കുന്ന എനിക്കല്ലേ ഒരു മാറ്റം വേണ്ടത്? എന്നും ഇങ്ങോട്ട് വെളിയിലോട്ട് പോകുന്ന നിങ്ങൾക്കാണോ ശനി ഞായറും ഓഫുള്ള ദിവസം വെളിയിലോട്ട് പോകേണ്ടത്? ഒരു ചേഞ്ച് എനിക്കല്ലേ ചേഞ്ച് വേണ്ടതെന്ന് ചോദിക്കുക. ഡോറിസിൻ്റെ സംശയം നോക്കിക്കാണേ. ബട്ട് വേർ വുഡ് യു ഗോ, അമ്മ എവിടെ പോകും? ഹൂ വുഡ് യു ഗോ വിത്ത്, അമ്മ ആരുടെ കൂട്ടത്തിൽ പോകും? അമ്മയ്ക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ, അപ്പം പോകാൻ സ്ഥലവും ഇല്ല. അപ്പോൾ പിന്നെ എവിടെ പോകും, ആരുടെ കൂടെ പോകും? ഇതൊക്കെയാണ് ഡോറിസിൻ്റെ സംശയം. മിസ്സസ് പിയേഴ്സൺ, ദാറ്റ് ഈസ് മൈ ബിസിനസ്, അത് എൻ്റെ കാര്യമാണ്. യു ഡോണ്ട് ആസ്ക് മീ വേർ യു ഷുഡ് ഗോ ആൻഡ് ഹൂ യു ഷുഡ് ഗോ വിത്ത്, ഡു യു? ചോദിക്കുകയാണ്. യു ഡോണ്ട് ആസ്ക് മീ, എന്നീ എന്നോട് ചോദിക്കാൻ പറയുകയൊന്നും ചെയ്യത്തില്ലല്ലോ. വേർ യു ഷുഡ് ഗോ ആൻഡ് ഹൂ യു ഷുഡ് ഗോ, നീ എവിടെയാണ് പോകുന്നതെന്നും പറയത്തില്ല, ആരുടെ കൂടെയാണ് പോകുന്നതെന്നും പറയത്തില്ല. ഡു യു, ശരിയല്ലേ? ചോദിക്കുവാണ്. ഉടനെ ഡോറിസ് വീണ്ടും പറയാം, ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. പിള്ളേർക്ക് ഇതേ പറയാനുള്ളൂ, ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. എന്നാന്ന് വെച്ചാൽ അമ്മ പഴഞ്ചനല്ലേ, പിള്ളേർ ന്യൂജനാണ്, അവർക്ക് പോകാം, അമ്മമാർ പോകാൻ പാടില്ല. അതാണ് പിള്ളേരുടെ ഒരു കണ്ടെത്തൽ. മിസ്സസ് പിയേഴ്സൺ, ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ്, വ്യത്യാസമുണ്ട്, പക്ഷേ ആ വ്യത്യാസം എന്താണെന്നറിയാവോ? മിസ്സസ് പിയേഴ്സൺ പറഞ്ഞു കൊടുക്കുവാണേ. ഐ ആം എ ലോട്ട് ഓർഡർ ആൻഡ് ബെറ്റർ ഏബിൾ ടു ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്. ഞാൻ നിന്നെക്കഴിഞ്ഞും പ്രായമുള്ള ആളാണ്, നിന്നേക്കാൾ നന്നായിട്ട് സ്വയം എന്നെ തന്നെ നോക്കാൻ എനിക്ക് അറിയുകയും ചെയ്യാം. സോ ഇറ്റ് ഈസ് യു, അതുകൊണ്ട് നീയാണ് എൻ്റെത്. ഹൂ ഷുഡ് ഡു ദ ആസ്കിങ്, നീയാണ് എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ട് പോകേണ്ടത്, അല്ലാതെ ഞാൻ നിന്നോടല്ല ചോദിക്കുകയും പറയുകയും ചെയ്തിട്ട് പോകേണ്ടത്. മനസ്സിലായോ? ചോദിക്കുക. ഡോറിസ്, ഡിഡ് യു ഫാൾ, അമ്മ വീണോ? ഓർ ഹിറ്റ് യുവർ സെൽഫ് വിത്ത് സംതിങ്, അതോ തലയൊക്കെ പലയിടത്തും പോയി ഇടിച്ചോ? എന്നാ പറ്റിയത്? തലയൊക്കെ ഇടിച്ച് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് നമുക്കൊരു ഓർമ്മക്കുറവോ ലെവലുകേടോ ഒക്കെ തോന്നുകയല്ലേ? ഇനി അങ്ങനെ വല്ലതും അമ്മയ്ക്ക് സംഭവിച്ചോ? അല്ലെങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വന്നത് എന്തുകൊണ്ടാണെന്നാണ് കൊച്ചു ചോദിക്കുന്നത്. ഷീ ബിഗിൻസ് ടു ക്രൈ, അവൾ കരയാൻ തുടങ്ങി. ജോർജ് പിയേഴ്സൺ എൻറ്റേഴ്സ് ലെഫ്റ്റ്, ഹീ ഈസ് എബൌട്ട് 50. അപ്പോഴാണ് നമ്മുടെ പിയേഴ്സൻ്റെ ഹസ്ബൻഡ് ജോർജ് പിയേഴ്സൺ വരുവാണ്. ഹീ ഈസ് എബൌട്ട് 50, അവർ 50 വയസ്സുണ്ട്. ഫണ്ടമെൻ്റലി ഡീസൻ്റായിട്ടുള്ള ഒരാളാണ്. ബട്ട് സെൽഫ് ഇമ്പോർട്ടൻറ്റ്, പോമ്പസ്, ഒരു തൻകാര്യം നോക്കി നടക്കുന്ന ഒരു ഡെമ്പ ഒക്കെ ആയിട്ട് വലിയ ആൾ കളിച്ച് നടക്കുകയല്ലേ, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ എന്ന് പറഞ്ഞ ഒരു മട്ടിലാണ് ഇയാൾ വരുന്നത്. പ്രിഫറബിളി ഹീ ഷുഡ് ബി എ ഹെവി, ഒരു ഭാരമുള്ള മനുഷ്യനാണ് കേട്ടോ. സ്ലോ മൂവിങ് ടൈപ്പ്, പതുക്കെ ഈ ഭാരമൊക്കെ വലിച്ച് നമ്മളെ ഇറച്ചിക്കോഴി നടക്കുന്ന പോലെ നടക്കുക. ഹീ നോട്ടീസസ് ഡോറീസ് ടീയേഴ്സ്, ഡോറീസ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നേ കാണുക, മകൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമല്ലേ, ഉടനെ ശ്രദ്ധിച്ചത്. ജോർജ് പറയുവാണ്, ഹലോ വാട്ട് ഈസ് ദിസ്, ഹലോ എന്താ ഇത്? ക്യാൻ ബി എനിത്തിങ് ടു ക്രൈ അബൌട്ട്, ഇവിടെ കരയാനായിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? ഡോറീസ് പറയുവാണേ, പെട്ടെന്ന് തേങ്ങി കരഞ്ഞുകൊണ്ട് പറയുകയാണേ, യു വിൽ സീ, പപ്പ വിഷമിക്കൊന്നും വേണ്ട, പപ്പായ്ക്ക് ഇപ്പം തന്നെ കാണാം എന്തിനാണ് ഞാൻ കരഞ്ഞതെന്നല്ലേ, യു വിൽ സീ. ഡോറീസ് റൺസ് ഔട്ട്, പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുക. വിത്ത് എ സോബ് ഓർ ടു, 1-2 തേങ്ങലൊക്കെ പുറത്തോട്ട് വിട്ടു ഓൺ ദ വേ, പോകുന്ന വഴിക്ക്. ജോർജ് സ്റ്റേഴ്സ് ആഫ്റ്റർ ഹെയർ എ മൂമെൻറ്റ്, ഇവൾ കടന്നു പോകുന്ന ജോർജ് ഒന്ന് ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജോർജ് ആനി പിയേഴ്സനോട് ചോദിക്കുവാണ് തിരിഞ്ഞ്, ഡിഡ് ഷീ സേ, അവൾ പറഞ്ഞത് യു വിൽ സീ, നിങ്ങൾക്ക് കാണാം എന്നല്ലേ? ഉടനെ മിസ്സസ് പിയേഴ്സൺ പറയാം, യെസ്. ജോർജ്, വാട്ട് ഡിഡ് ഷീ മീൻ, അവൾ എന്താ അതുകൊണ്ട് അർത്ഥമാക്കിയത്? മിസ്സസ് പിയേഴ്സൺ പറയാണ്, ബെറ്റർ ആസ്ക് ഹെയർ, അവളോട് തന്നെ ചോദിക്കുക, അതല്ലേ നല്ലത്, അവളല്ലേ പറഞ്ഞിട്ട് പോയത്, ഞാനല്ലല്ലോ. ജോർജ് ലുക്സ് സ്ലോലി അഗെയിൻ അറ്റ് ദ ഡോർ, വീണ്ടും അവൾ പോയ ഡോറിലേക്ക് നോക്കുവാണ്. ദെൻ അറ്റ് മിസ്സസ് പിയേഴ്സൺ, എന്നിട്ട് മിസ്സസ് പിയേഴ്സനെ നോക്കുവാണ്. ദെൻ ഹി നോട്ടീസസ് ദ കാർഡ്സ്, അപ്പോഴാണ് ആ കാർഡുകൾ അദ്ദേഹം കാണുന്നത്. ദാറ്റ് മിസ്സസ് പിയേഴ്സൺ ഹാസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെയർ, മിസ്സസ് പിയേഴ്സൻ്റെ
ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കല്ലേ കാർഡുകൾ, കൂളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഹിസ് ഐസ് ഓൾമോസ്റ്റ് ബൾജ്, അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി ഇത് കണ്ടിട്ട്. ജോർജ്, കാർഡ് ഗെയിം? ഉടനെ മിസ്സസ് പിയേഴ്സൺ പറയാം, യെസ്. ജോർജ്, അറ്റ് ദിസ് ടൈം ഓഫ് ദ ഡേ, ഈ സമയത്തോ? മിസ്സസ് പിയേഴ്സൺ, യെസ്. വാട്ട് ഇസ് ദ റോങ് വിത്ത് ഇറ്റ്? എന്താണ് ഇതിൻ്റെ അകത്ത് കുഴപ്പമില്ല? അറ്റ് ദിസ് ടൈം ഓഫ് ഡേ, ഈ സമയത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജോർജ്, ബിവിൾഡേർഡ്, കൺഫ്യൂഷനായി. നത്തിങ്, ഒന്നുമില്ല. പക്ഷേ ഐ സപ്പോസ് ആനി, ബട്ട് ഐ ഹവ് നെവർ സീൻ യു ഡു ഇറ്റ് ബിഫോർ. ആനി, ഞാൻ വിചാരിച്ചത്, ഇയാൾ എന്തായിരിക്കും വിചാരിച്ചത്? ആനിക്ക് കാർഡ് കളിക്കാനൊന്നും അറിയത്തില്ല എന്നായി വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ നീ ഇങ്ങനെ കളിക്കുന്നത്. മിസ്സസ് പിയേഴ്സൺ, വെൽ യു ആർ സീയിങ് മീ നൗ. ശരിയാ, കാർഡ് ഞാൻ കളിക്കുന്നത് നിങ്ങളിപ്പോഴാണ് കാണുന്നത്. ജോർജ്, വിത്ത് ഹെവി ഡിസ്റ്റേറ്റ്, നീരസത്തോടെ പറയുകയാണ്. യെസ്, ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ശരിയാ, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കത് ഇഷ്ടവുമില്ല നീ കളിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് ലുക്ക് റൈറ്റ്. ഇത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ ആം സർപ്രൈസ്ഡ് അറ്റ് യു. നീ ഇത് കളിക്കുന്നിട്ട് ഞാനങ്ങ് സർപ്രൈസ്ഡ് ആയിപ്പോയി. മിസ്സസ് പിയേഴ്സൺ പറയാം, വെൽ, കൊള്ളാം. ദാറ്റ് ഓട്ട് ടു ബി എ നൈസ് ചേഞ്ച് ഫോർ യു. അത് നിങ്ങൾക്കൊരു നല്ല ചേഞ്ചാണല്ലോ, എന്നെ കണ്ടിട്ട് സർപ്രൈസ് ആയിപ്പോയത്. ജോർജ്, വാട്ട് ഡു യു മീൻ? എന്താ നീ അർത്ഥമാക്കിയത്? മിസ്സസ് പിയേഴ്സൺ, ഇറ്റ് മസ്റ്റ് ബി സം ടൈം സിൻസ് യു വെർ സർപ്രൈസ്ഡ് അറ്റ് മീ. ജോർജ്, കുറച്ച് നാളായല്ലോ നിങ്ങൾക്ക് ഞാൻ സർപ്രൈസൊക്കെ തന്നിട്ട്, അതുകൊണ്ട് ഇത് നല്ല കാര്യമാണെന്ന് ഞാൻ അർത്ഥമാക്കിയത്. ജോർജ്, ഐ ഡോണ്ട് ലൈക്ക് സർപ്രൈസസ്. എനിക്ക് സർപ്രൈസ് ഒന്നും ഇഷ്ടമില്ല. ഐ ആം ഓൾ ഫോർ എ സ്റ്റഡി ലൈഫ്. ഞാനൊരു നേരെ വാ എന്നുള്ള സ്റ്റൈലുകാരനാണ്. യു ഓട്ട് ടു നോ ദാറ്റ് ബൈ ദിസ് ടൈം. നിനക്ക് ഇത്രയും നാൾ കൊണ്ടത് മനസ്സിലായി കാണുമല്ലോ. ബൈ ദ വേ, ഐ ഫോർഗോട്ട് ടു ടെൽ യു ദിസ് മോർണിംഗ് ഐ വുഡിൻ്റ് വാണ്ട് എനി ടീ. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ നിന്നോട് പറഞ്ഞു. ഐ ഫോർഗോട്ട് ടു ടെൽ യു. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ, ഐ വുഡിൻ്റ് വാണ്ട് ടീ. എനിക്ക് ചായ ഒന്നും വേണ്ട. സ്പെഷ്യൽ സ്നൂക്കർ മാച്ച് നൈറ്റ് അറ്റ് ദ ക്ലബ്ബ് ടു നൈറ്റ്. ഇന്ന് സ്പെഷ്യൽ സ്നൂക്കർ മാച്ച് ഉണ്ട് ക്ലബ്ബിൽ, ഒരുമാതിരി ബില്ലിയാർഡ്സ് പോലത്തെ ഒരു കളിയാണ്. ആൻഡ് സപ്പർ, അവിടെ സപ്പറും ഉണ്ട്. സോ നോ ടീ, അതുകൊണ്ട് എനിക്ക് ഇന്ന് ചായ വേണ്ട. മിസ്സസ് പിയേഴ്സൺ പറയാം, ദാറ്റ് ഈസ് ഓൾ റൈറ്റ്, ദർ ഈസൻറ്റ് എനി. അത് നല്ല കാര്യമാണല്ലോ, എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ല. ജോർജ്, ഹർട്ട്, ഇത് ഒരു ബുദ്ധിമുട്ടോടെ പറയുകയാണ്. ദാറ്റ് ഈസ് ഓൾ വെരി വെൽ, അത് ശരി തന്നെ. ബട്ട് സപ്പോസ് ഐ വുഡ് വാണ്ടഡ് സം. അത് ശരി തന്നെയാണ്, പക്ഷേ എനിക്കിച്ചിരി വേണമെങ്കിലോ? ഉടനെ മിസ്സസ് പിയേഴ്സൺ പറയണേ, മൈ ഗുഡ്നെസ്, എൻ്റെ ദൈവമേ, ലിസൺ ടു ഹിം. ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? അനോയ്ഡ് ബിക്കോസ് ഐ ഡോണ്ട് ഗെറ്റ് എ ടീ ഫോർ ഹിം. ദാറ്റ് ഇസ് ഹി ഡസൻറ്റ് ഈവൻ വാണ്ട്. അദ്ദേഹത്തിന് ചായ വേണ്ട, എന്നിട്ട് പോലും ചായ ഇവിടില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അസഹ്യത കാണിക്കുന്നത് കണ്ടോ? എവർ ട്രൈഡ് ദാറ്റ് അറ്റ് ദ ക്ലബ്ബ്. നിങ്ങൾ ക്ലബ്ബിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ദേ വുഡ് ലാഫ് അറ്റ് യു ഈവൻ മോർ ദാൻ ദേ ഡു നൗ. ഇത് മനസ്സിലായോ? അവർ ഇത് കേട്ട നിങ്ങളെ നോക്കി ചിരിക്കും. എങ്ങനെ? ഇപ്പോൾ ചിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇപ്പം തന്നെ ചിരിക്കുന്നു കളിയാക്കുന്നു ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ജോർജ്, ഇൻഡിഗ്നൻ്റ്ലി, ലാഫ് അറ്റ് മീ. പിന്നെ എന്നെ നോക്കി ചിരിക്കുമോ? ദേ ഡോണ്ട് ലാഫ് അറ്റ് മീ. അവരെന്നെ നോക്കി ചിരിക്കുകയില്ല. ഉടനെ മിസ്സസ് പിയേഴ്സൺ തറപ്പിച്ച് പറയണം, ഓഫ് കോഴ്സ് ദേ ഡു. തീർച്ചയായിട്ടും അവരങ്ങനെ ചെയ്യുന്നുണ്ട്. ദേ കോൾ യു പോംബി പിയേഴ്സൺ ബിക്കോസ് ദേ തിങ്ക് യു ആർ സോ സ്ലോ ആൻഡ് പോംബസ്. അവർ നിങ്ങളെ വിളിക്കുന്നത് തന്നെ പോംബി പിയേഴ്സൺ എന്നാണ്. അതെ, ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ദേ തിങ്ക്, അവർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, യു ആർ സോ സ്ലോ ആൻഡ് പോംബസ്. നിങ്ങൾ തീരെ ആടിയാണ് നടക്കുന്നത്, അതുപോലെ ഭയങ്കര ഒരു പൊങ്ങച്ചക്കാരനുമാണ്. ജോർജ്, നെവർ, ഹൊറിഫൈഡായിട്ട് പറയുകയാണ്, ഞെട്ടി പറയുക. ഉടനെ സിറിൽ വരുന്നുണ്ട് റൈറ്റ് വശത്തൂടെ. വിത്ത് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ഇൻ വൺ ഹാൻഡ് ആൻഡ് എ തിക്ക് സ്ലൈസ് ഓഫ് കേക്ക് ഇൻ ദ അതർ. ഒരു കയ്യിൽ ഒരു ഗ്ലാസ് പാലുമുണ്ട്, മറ്റേ കയ്യിൽ ഒരു തിക്ക് സ്ലൈസ് കേക്കുമുണ്ട്. ജോർജ്, ഓൾമോസ്റ്റ് ഡാസ്ഡ്, ടേൺസ് ടു ഹിം അപ്പീലിംഗ്ലി. അവന് സ്തംഭിച്ച് പെട്ടെന്ന് ഒരു കൈ ഗ്ലാസ്സിനകത്ത് പാലും കേക്കും ഒക്കെ ആയിട്ട് ചെറുക്കൻ തന്നെ കയറി വരുന്നുണ്ടപ്പോഴത്തേന് അന്താളിച്ച് അവനെ നോക്കുക. എന്നിട്ട് ടേൺസ് ടു ഹിം അപ്പീലിംഗ്ലി. എന്നിട്ട് അവനോട് തിരിച്ചിട്ട് ചോദിക്കുവാണ്, എന്താ? ജോർജ്, ഹിയർ സിറിൽ, സിറിൽ, യു ഹാവ് ബീൻ വിത്ത് മീ ടു ദ ക്ലബ്ബ് വൺസ് ഓർ ടു. നീ എൻ്റെ കൂട്ടത്തിൽ 1-2 പ്രാവശ്യം ക്ലബ്ബിൽ വന്നിട്ടുണ്ട്. ദേ ഡോണ്ട് ലാഫ് അറ്റ് മീ ആൻഡ് കോൾ മീ പോംബി പിയേഴ്സൺ. അവരെന്നെ
എന്നെ നോക്കി ചിരിക്കുന്നതോ പോമ്പി ഓമ്പി പിയേഴ്സ് എന്ന് വിളിക്കുന്നതോ നീ കേട്ടിട്ടുണ്ടോ? ഡൂ ദേ അവരങ്ങനെ ചെയ്യുന്നുണ്ടോ? സിറിൽ എംബാരസ്ഡ്, അവൻ പരിങ്ങി അല്ലേ, ഹെസിറ്റേറ്റ്, ശങ്കിച്ച് പറയുകയാണ്. ഉടനെ ദേഷ്യപ്പെട്ട് പിന്നെയും ജോർജ് ചോദിക്കുകയാണ് ആംഗ്രിലി, ഗോ ഓൺ, പറ, ടെൽ മീ, ഡൂ ദേ അവരങ്ങനെ പറയുന്നുണ്ടോ, പറ. സിറിൽ വീണ്ടും അന്താളിച്ച് പറയാണ്, വെൽ യെസ് ഡാഡ്, ഐ ആം അഫ്രൈഡ് ദേ ഡു. ശരിയാ ഡാഡി, അങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ഡാഡിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നതെന്ന്. ഇത് കേട്ടപ്പം ജോർജ് സ്ലോലി ലുക്സ് ഫ്രം വൺ ടു ദ അതർ. അവർ രണ്ടുപേരെ മാറി മാറി നോക്കി. സ്റ്റാഗേർഡ് ഹി എക്സിസ്റ്റസ് സ്ലോലി, ആടി പതുക്കെ അവിടുന്ന് എക്സിറ്റ് ആവുകയാണ്. ഓൾമോസ്റ്റ് ആസ് ഇഫ് സംബഡി ഹാഡ് ഹിറ്റ് ഹിം ഓവർ ദ ഹെഡ്, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തലക്കിട്ട് അടിച്ച പോലെയാണ് സ്റ്റാഗേർഡ്, ആടിയാണ് ഇദ്ദേഹം പോകുന്നത്. നല്ലൊരു അടി തന്നെയാണ് കിട്ടിയതല്ലേ. സിറിൽ ആഫ്റ്റർ വാച്ചിങ് ഹിം ഗോ, സിറിൽ ഡാഡി പോകുന്നത് കണ്ടിട്ട് ടേൺസ് ഇൻഡിഗ്നൻ്റ്ലി ടു മിസ്സസ് പിയേഴ്സൺ, കോപത്തോടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇൻഡിഗ്നൻ്റ്ലി. സിറിൽ, നൗ യു ഷുഡിൻറ്റ് ഹാവ് ടോൾഡ് ഹിം ദാറ്റ്. സിറിൽ പറയാം അമ്മയോട്, അമ്മ ഇപ്പം അങ്ങനൊന്നും പറയണ്ടായിരുന്നു ഡാഡിയോട്. മാം, ദാറ്റ് ഈസ് നോട്ട് ഫെയർ, അത് ശരിയായില്ല. യു ഹാവ് ഹർട്ട് ഹിസ് ഫീലിംഗ്, അദ്ദേഹത്തിൻ്റെ ഫീലിങ്ങിനെ നീ മുറിവേൽപ്പിച്ചു. മൈൻഡു, എൻ്റെയും. മിസ്സസ് പിയേഴ്സൺ, സംടൈംസ് ഇറ്റ് ഡസ് പീപ്പിൾ ഗുഡ് ടു ഹാവ് ദെയർ ഫീലിംഗ് ഹർട്ട്. ചില സമയത്ത് ഫീലിങ്ങിനൊക്കെ ഇച്ചിരി മുറിവേൽക്കുന്നത് മനുഷ്യർക്ക് നല്ലതാണ്. ദ ട്രൂത്ത് ഓട്ട് നോട്ട് ടു ഹർട്ട് എനിബഡി ഫോർ ലോങ്. സത്യം ഒരുപാട് സമയത്തേക്കൊന്നും ആരെയും വേദനിപ്പിക്കത്തില്ല അല്ലേ. സത്യം നേരാണെന്ന് അങ്ങ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരാനുള്ള വേദനയൊക്കെ ഉള്ളൂ. ഈഫ് യുവർ ഫാദർ ഡിഡിൻറ്റ് ഗോ ടു ദ ക്ലബ് സോ ഓഫൺ, നിൻ്റെ ഡാഡി ഇങ്ങനെ സ്ഥിരമായിട്ട് ക്ലബ്ബിൽ പോയിക്കൊണ്ടിരിക്കുന്നതൊന്ന് നിർത്തുവാണെങ്കിൽ പെർഹാപ്സ് ദേ വുഡ് സ്റ്റോപ്പ് ലാഫ് അറ്റ് ഹിം. എന്നു വെച്ചാൽ ഒരു തൊഴിലും ഇല്ലാത്ത പോലെ ക്ലബ്ബിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ പോക്കിൻ്റെ എണ്ണമൊക്കെ ഇച്ചിരി കുറയ്ക്കുവാണെങ്കിൽ അവർ ചിരിക്കുന്നതും കുറയും. സിറിൽ ഗ്ലൂംലി, ഐ ഡൗട്ട് ഇറ്റ്, എനിക്ക് സംശയമുണ്ട് അങ്ങനെ സംഭവിക്കുമോ എന്ന്. സിറിൽ എന്താ പറയുന്നത്, എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. ഐ ഡൗട്ട് ഇറ്റ് ഇല്ലേ, ഐ ഡൗട്ട് ഇറ്റ്. ദർ ഇസ് എ ഷാർപ്പ് ഹറീഡ് നോക്കിംഗ് ഹിയർ ഓഫ് ലെഫ്റ്റ്. ഒരു വാതിലൊരു മുട്ട് കേട്ടു അല്ലേ. സിറിൽ, മൈറ്റ് ബി ഫോർ മീ, ഐ വിൽ സീ. ഒരു പക്ഷേ എനിക്കായിരിക്കും, ഞാൻ ചെന്ന് നോക്കാം. സിറിൽ ഹറീസ് ഔട്ട്, പെട്ടെന്ന് തന്നെ സിറിൽ മുട്ട് കെട്ടെടുത്തോട്ട് പോകുന്നു. ഇൻ എ മൂമെൻറ്റ്, ഒരു നിമിഷം കഴിഞ്ഞ് ഹീ റീ എൻറ്റേഴ്സ്, അത് സിറിൽ വീണ്ടും കയറി വന്നു. ക്ലോസിങ് ദ ഡോർ ബിഹൈൻഡ് ഹിം, വാതിൽ പുറകിൽ അടച്ചു. ഇറ്റ് ഈസ് ദാറ്റ് സില്ലി ഓൾഡ് ബാഗ് ഫ്രം നെക്സ്റ്റ് ഡോർ. ആ അടുത്ത വീട്ടിലെ ഓൾഡ് ബാഗാണ് വന്നേക്കുന്നത്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിനെ പറയുന്നതാണ് ഈ ഓൾഡ് ബാഗ് എന്ന് കേട്ടോ. യു വുഡിൻറ്റ് വാണ്ട് ഹെയർ ഹിയർ ഡു യു. ഇപ്പോൾ അവരിങ്ങോട്ട് വരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലല്ലോ. മിസ്സസ് പിയേഴ്സൺ ഷാർപ്പ്ലി, സർട്ടൻലി ഐ ഡു, തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. ആസ്ക് ഹെർ ഇൻ, ഫിറ്റ്സ്ജെറാൾഡിനോട് പറ കയറി വരാൻ. ആൻഡ് ഡോണ്ട് കോൾ ഹെയർ എ സില്ലി ഓൾഡ് ബാഗ്. ഇനി ഫിറ്റ്സ്ജെറാൾഡിനെ അങ്ങനെ ഓൾഡ് ബാഗെന്ന് വിളിക്കാനും പാടില്ല കേട്ടോ മകന്. ഷീ ഈസ് എ വെരി നൈസ് വുമൺ, അതൊരു നല്ല നൈസ് വുമണാണ്. വിത്ത് എ ലോട്ട് മോർ സെൻസ് ദാൻ യു വിൽ എവർ ഹാവ്. നിനക്കുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ സെൻസ്, ബോധമുള്ള ഒരു വുമണാണ് അത്. അതുകൊണ്ട് അവളെ ഒരിക്കലും ഇനി അങ്ങനെ വിളിക്കാൻ പാടില്ല. സിറിൽ എക്സിസ്റ്റ് ലെഫ്റ്റ്, ഇടതുവശത്തൂടെ പോവുകയാണ്. റീ എൻറ്റേഴ്സ് ലെഫ്റ്റ്, അവിടെ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരിക. അഷറിങ് ഇൻ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിനെ കൂട്ടിക്കൊണ്ട്. ഹൂ ഹെസിറ്റേറ്റ്സ് ഇൻ ദ ഡോർവേ, അവൾ വാതിക്കലൊന്ന് ശങ്കിച്ച് നിൽക്കുക. ഫിറ്റ്സ്ജെറാൾഡ് ആരാ? പിയേഴ്സൺ അല്ലേ, മിസ്സസ് പിയേഴ്സൺ അല്ലേ, ആനി പിയേഴ്സൺ അല്ലേ ഈ വരുന്നത്. കമിൻ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്. ഉടനെ ഇവിടുന്ന് പിയേഴ്സൻ്റെ രൂപത്തിലിരുന്ന് ഫിറ്റ്സ്ജെറാൾഡ് പിടിക്കുകയാണ്. കമിൻ വരാൻ പറയുക. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ആങ്ഷ്യസ്ലി, ഐ ജസ്റ്റ് വണ്ടേർഡ് ഇഫ് എവറിത്തിങ് ഓൾ റൈറ്റ്. ഞാൻ അന്തിച്ചു പോയി. എന്താ ഇവിടെ എല്ലാം ശരിയാണോ? വാതിക്ക് വന്നപ്പോൾ എന്താ പന്തികേട് തോന്നി എനിക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ചോദിക്കുക. സിറിൽ, നോ ഇറ്റ് ഈസിൻറ്റ്, കുഴപ്പമില്ലെന്നോ, ഇവിടെ മുഴുവൻ കുഴപ്പമാണ് സിറിൽ പറയുക വെറുപ്പോടെ. മിസ്സസ് പിയേഴ്സൺ, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്, യു ബി ക്വൈറ്റ്. ഒന്നേരം പിയേഴ്സൺ പറയുകയാണ്, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഫിറ്റ്സ്ജെറാൾഡ് പറഞ്ഞതാണ് ശരി, നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക, സിറിലിനോട് പറയുക. ഉടനെ സിറിൽ കോപത്തോടെ ചോദിക്കുകയാണ്,
വൈ ഷുഡ് ഐ ബി ക്വൈറ്റ്? എന്തിനാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്? ഉടനെ മിസ്സസ് പിയേഴ്സൺ ഷൗട്ട് ചെയ്യും അവനെ. ബിക്കോസ് ഐ ആം ടെല്ലിങ് യു. എന്തിനാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ഞാൻ നിന്നോട് പറഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കണം. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, സിറിൽ ഡിയർ വിളിക്കുക. ആരാ? പിയേഴ്സൺ അല്ലേ? പിയേഴ്സൺ ഇത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഉടനെ സിറിൽ സൾക്കി ആൻഡ് ഗ്ലോറി മുഖം വീർപ്പിച്ച് തുറച്ചു നോക്കുന്നു. മൈ സിറിൽ പിയേഴ്സൺ ടു യു പ്ലീസ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്. എൻ്റെ സിറിൽ പിയേഴ്സൺ എന്നോ? ഒന്ന് പ്ലീസ് ചുമ്മാ ഇരിക്കുക എൻ്റെ ഫിറ്റ്സ്ജെറാൾഡ്. ദേഷ്യപ്പെട്ട് തന്നെ പോവുകയാണ് സിറിൽ. സ്റ്റക്കിൾസ് ഓഫ് ഇൻ ടു ദ കിച്ചണിലോട്ട് ഞെളിഞ്ഞ് പോവുക. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് വിസ്പറിങ്, ഓ ഡിയർ വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മിസ്സസ് പിയേഴ്സൺ കാംലി, നത്തിങ് മച്ച്, കൂടുതലൊന്നുമില്ല. ജസ്റ്റ് പുട്ടിങ് ദം ഇൻ ദെയർ പ്ലേസസ്, അവരെയൊക്കെ അവരുടെ സ്ഥാനത്ത് തന്നെ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. ഡൂയിങ് വാട്ട് യു ഓട്ട് ടു ഹാവ് ഡൺ ലോങ് എഗോ, നിങ്ങൾ അതായത് ആനി പിയേഴ്സൺ നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇപ്പം ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ഈസ് ജോർജ് ഹോം? ജോർജ് വന്നിട്ടുണ്ടോ? മിസ്സസ് പിയേഴ്സൺ ഓൺ ദ സെറ്റി, മിസ്സസ് പിയേഴ്സൻ്റെ ഒരിക്കലും സെറ്റിലോട്ട് വന്ന് ഇരുന്നു. മിസ്സസ് പിയേഴ്സൺ പറയുവാണ്, യെസ് ഐ ഹാവ് ബീൻ ടെല്ലിങ് ഹിം വാട്ട് ദേ തിങ്ക് ഓഫ് ഹിം അറ്റ് ദ ക്ലബ്ബ്. മിസ്സസ് പിയേഴ്സൺ ജോർജ് പിയേഴ്സൺ വരികയും ചെയ്തു. ഞാൻ ക്ലബിലുള്ളവർ അവനോട് എങ്ങനെയാണ് അവനെ കരുതുന്നതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, വെൽ ദേ തിങ്ക് എ ലോട്ട് ഓഫ് ഹിം ഡോണ്ട് ദേ? അത് നന്നായി. അവർ ക്ലബിലുള്ളവരെല്ലാം അദ്ദേഹത്തെ വലിയ ബഹുമാനത്തോടെയല്ലേ കാണുന്നത്, അല്ലേ? ചോദിക്കാം. മിസ്സസ് പിയേഴ്സൺ പറയണമെന്നേരം ഫിറ്റ്സ്ജെറാൾഡായ മിസ്സസ് പിയേഴ്സനെ പറഞ്ഞു കൊടുക്കണേ. നോ ദേ ഡോണ്ട് ആൻഡ് നൗ ഹീ നോസ് ഇറ്റ്. അല്ല, അവരങ്ങനെ വലിയ ബഹുമാനത്തോടെ ഒന്നും അല്ല കണ്ടത്. പക്ഷേ ഇപ്പം പിയേഴ്സൺ അത് മനസ്സിലായിട്ടുണ്ട്. ജോർജ് പിയേഴ്സൺ അത് മനസ്സിലായിട്ടുണ്ട്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ഓ ഡിയർ ഐ വിഷ് യു ഹാഡിൻഡ്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ഷോ വേണ്ടിയിരുന്നില്ല എൻ്റെ ഫിറ്റ്സ്ജെറാൾഡെന്ന് തന്നെ പറയാൻ പറ്റുക, പെട്ടെന്ന് അത് നിർത്തും. മിസ്സസ് പിയേഴ്സൺ, എന്നാണെന്നറിയാമോ, ഈ ഫിറ്റ്സ്ജെറാൾഡ് ക്ലബിലൊക്കെ പോകുന്നതുകൊണ്ട് അറിയാം ഇവരിങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ടെന്ന്. പക്ഷേ പിയേഴ്സൺ പാവമല്ലേ, ആനി പിയേഴ്സൺ പാവമല്ലേ, ആനി പിയേഴ്സൺ ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ അത് പറയണ്ടായിരുന്നു എന്നാണ് ആനി പിയേഴ്സൺ പറയുന്നത്. മിസ്സസ് പിയേഴ്സൺ, നോൺസെൻസ്, അങ്ങനൊന്നും പറയാതെ. ഡൂയിങ് ദം ഓൾ എ വേർഡ് ഓഫ് ഗുഡ്, എല്ലാവർക്കും ഒരു നല്ല കാലം വരാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തത്. ആൻഡ് ദേ വിൽ ബി ഈറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ് സൂൺ യു വിൽ സീ. ഈറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാവോ? നമ്മൾ കൊടുക്കുന്ന മാത്രം കഴിക്കുക എന്നാണ് പറയുന്നത്. എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്ന മാത്രം കേൾക്കുക. ചിലർ പറയത്തില്ലേ, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ എന്നെ പറഞ്ഞാലും ഭാര്യ പറയുന്നത് കേൾക്കത്തുള്ളെന്ന്, അല്ലേ? അത് ചിലർ പറയും എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല, അത് അമ്മ പറയുന്നത് അദ്ദേഹം കേൾക്കോളെന്ന് പറയും എന്ന് പറയുന്ന പോലെ ഇനി തൊട്ട് യു വിൽ സീ, നീ കണ്ടോ, ഇനി തൊട്ട് നീ പറയുന്ന മാത്രം അവർ കേൾക്കുകയുള്ളൂ ആനി പിയേഴ്സണെ പറയുക. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ഐ ഡോണ്ട് തിങ്ക് ഐ വാണ്ട് ദം ഈറ്റിംഗ് ഔട്ട് ഓഫ് മൈ ഹാൻഡ്. ഞാൻ പറയുന്നത് മാത്രം അവർ കേൾക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പിയേഴ്സൺ പറയുക. മിസ്സസ് പിയേഴ്സൺ ഇംപേഷ്യൻ്റ്ലി, ക്ഷമയോട് പറയുകയാണ്, വെൽ വാട്ട് എവർ യു വാണ്ട് ദേ വിൽ ബി ഡൂയിങ് ഇറ്റ് ഓൾ 3 ഓഫ് ദം. അവർ 3 പേരും നീ പറയുന്നതനുസരിച്ചും നീ എന്താഗ്രഹിക്കുന്നോ അതനുസരിച്ചും ഇനി ചെയ്യുള്ളൂ. മാർക്ക് മൈ വേർഡ്സ്, എൻ്റെ വാക്ക് കുറിച്ചിട്ടോ. നമ്മൾ പറയത്തില്ലേ ചെവി എന്നുള്ളിക്കുമെന്ന് എഴുതി വെച്ചോ എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ പറയുക. മിസ്സസ് പിയേഴ്സൺ, നിങ്ങൾ എൻ്റെ വാക്ക് മാർക്ക് ചെയ്തു, ഇനി നിങ്ങൾ പറയുന്നതേ അവർ കേൾക്കത്തുള്ളൂ. ജോർജ് എൻഡേഴ്സ് ഗ്ലൂമിയായിട്ടാണ് വരുന്നത്. ഹീ ഈസ് അൺപ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് വെൻ ഹീ സീസ് ദ വിസിറ്റർ. ഈ വിസിറ്ററെ കണ്ടപ്പം നമ്മൾ സാധാരണ പ്ലസൻറ്റ് സർപ്രൈസ് എന്നല്ലേ പറയുന്നത്, വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ് എന്നല്ലേ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ പറയുന്നത്. ഇത് അൺപ്ലസൻ്റ് കേട്ടോ. എന്നു വെച്ചാൽ ആർക്കും ഈ ഫിറ്റ്സ്ജെറാൾഡിനെ ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല ബോൾഡ് ലേഡിയല്ലേ, ഈ പാവം ആനിയെ കൂടെ വഴിതെറ്റിക്കുമെന്ന് ഇവർക്കൊക്കെ അറിയായിരിക്കും. ഹീ മൂവ്സ് ടു ദ ചെയറിൻ്റെ അരികിലോട്ട് പോയി. സിറ്റ്സ് ഡൗൺ ഹെവിലി ആൻഡ് ഗ്ലൂംലി ലൈറ്റ്സ് ഹിസ് പൈപ്പ്. അവിടെ ചെന്ന് ഭാരത്തോടെ അങ്ങ് അമർന്നിരുന്നു. എന്നിട്ട് ലൈറ്റ് കത്തിച്ചു പൈപ്പിൻ്റെ. ദെൻ ഹീ ലുക്സ് ഫ്രം മിസ്സസ് പിയേഴ്സൺ ടു മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ഹൂ ഈസ് റിഗാർഡിങ് ഹിം ആങ്ഷ്യസ്ലി. അന്നേരം ഇവർ മിസ്സസ് പിയേഴ്സണെയും മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിനെയും കണ്ടു. ഇവർ രണ്ടുപേരും പിയേഴ്സണെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ജോർജ് പിയേഴ്സണെ നോക്കുക അല്ലേ. അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം.
ഓക്കെ, ബെസ്റ്റ് വിഷസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, കിട്ടുന്ന സമയമൊക്കെ പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ഓക്കെ.